പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഹാവൻസ് ഓഫ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ വ്യത്യസ്തകരമായ ഒരു മുട്ടക്കറിയാണ്. അതിനായി നമുക്ക് ആവശ്യമുള്ളത് വലിയ സവാള, ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി അതിൻ്റെ ഒരു ഹാഫ് നമുക്ക് മതി കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ഒരു കടുക് പാത്രത്തിലേക്ക്, ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചേർത്ത് കഴിഞ്ഞ് അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ സവാള 1.5, വലിയ സവാള ആയതുകൊണ്ടാണ് 1.5, ചെറുതാണെങ്കിൽ ഒരു 2 സവാളയെങ്കിലും നമ്മൾ മിനിമം എടുക്കണം. മുട്ടക്കറിക്ക് കൂടുതൽ സവാള വന്നത് കൂടുതൽ ടേസ്റ്റായിട്ട് ഉണ്ട്. ഗ്രേവിയും തിക്ക് ഗ്രേവിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സവാള അതനുസരിച്ച് നമ്മൾ ചേർക്കണം. അതിനുശേഷം അത് നന്നായി സോട്ടായി കഴിഞ്ഞ് ബ്രൗൺ കളറായിരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നീട് നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് നമുക്ക് ഇളക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയും, ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യണം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മസാലപ്പൊടി, ഒരു 1/4 സ്പൂൺ മസാലപ്പൊടി, ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മസാലപ്പൊടിയാണ്. അതിനുശേഷം ഒരു 2 സ്പൂൺ പിരിയമുളക് പൊടിയും സാദാ മുളക് പൊടിയാണ്, അതാണ് ഇത്രയും നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾ സാദാ മുളക് പൊടി മാത്രമാണെങ്കിൽ 1 സ്പൂൺ വല്ലതും ചേർത്താൽ മതി. ഈ കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ മുട്ടക്കറിക്ക് ചേർക്കുന്നത് ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. അത് നന്നായി ഡ്രൈ ആയി കഴിഞ്ഞ് ഒരു നല്ല സ്മെല്ല്, അതിൻ്റെ സ്മെല്ല് മാറണതും അത് എണ്ണ തെളിയണതും നമ്മൾ നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമ്മളിവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത്, ഈ മുട്ട നമ്മൾ പൊട്ടിച്ചാണ് ഇടുന്നത്. നമ്മൾ പുഴുങ്ങി നമ്മൾ ഇതിലേക്ക് ചേർക്കുകയല്ല, ഇതിലേക്ക് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് അതിലാണ് നമ്മൾ പൊട്ടിച്ച് നമ്മൾ മുട്ട വേവിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ മുട്ട വേകാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ച് അതിലേക്കിടാം. ഓരോന്നായിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. മുട്ട പൊട്ടിച്ചിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും അത് ഇളക്കാനോ ഒന്നിനും പാടില്ല. ജസ്റ്റ് നമ്മൾ ആ മുട്ട ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നൊരു പാത്രമിട്ട് മൂടി വെച്ച് സിമ്മിൽ വെച്ചും ഒക്കെ ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക മാത്രമേ ചെയ്യാനും പാടുള്ളൂ. അതിനുശേഷം വെന്തതിന് ശേഷം പിന്നെ നമുക്ക് കുഴപ്പമില്ല, കോരിയെടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ അത് പെട്ടെന്ന് എടുക്കാനോ കോരിയെടുക്കാനോ ഒന്നും പാടില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കുറച്ച് പഞ്ചസാര, ഒരുപാടല്ല, ഒരു 1/4 സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ ഒപ്പം ചേർക്കണം നല്ലതായിരിക്കും. കാരണം നമ്മുടെ മധുരവും എരിവും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടക്കറിക്ക് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് രുചികരമായി